നമസ്കാരം. പ്രവാസികൾ ഉൾപ്പെടെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സന്തോഷ വാർത്ത ഉമ്മുൽ ഖുവൈൻ ഭരണകൂടമാണ് അറിയിച്ചിരിക്കുന്നത്. ട്രാഫിക് പിഴയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം ഇപ്പോൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ ഈ വർഷം മുതൽ വിളിക്കപ്പെടുന്ന UAEയുടെ 53ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഓഫർ നൽകുന്നത്. വാഹനം ഓടിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാനും കുമിഞ്ഞുകൂടിയ പിഴകൾ അടയ്ക്കാനും അവസരം നൽകുന്നതിനാണ് പിഴയിൽ 50% കുറവ് വരുത്താൻ തീരുമാനിച്ചത്. ബന്ധപ്പെട്ട എല്ലാ വാഹനം ഓടിക്കുന്നവരും ഈ ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്തണമെന്നും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പിഴകളിലെ 50% ഇളവ് അത് നടപ്പിൽ വരുന്നത് ഡിസംബർ 1 മുമ്പുള്ള എല്ലാ ട്രാഫിക് പിഴകൾക്കും ബാധകമാണ്. മറ്റ് എമിറേറ്റുകളിൽ തങ്ങളുടെ കാർ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾക്കും ഇളവ് പ്രയോജനപ്പെടുത്താൻ അവസരം ഉണ്ടായിരിക്കുന്നതാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ട്രാഫിക് പിഴകളുടെ കാര്യത്തിൽ ഉമ്മുൽ ഖുവൈനിൽ വെച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾക്ക് മാത്രമേ ഈ ഗ്രേസ് പീരീഡ് ബാധകമാവൂ. നിലവിൽ അജ്മാനിലും സമാനമായ രീതിയിൽ ട്രാഫിക് പിഴകളിൽ 50% ഇളവ് വാഗ്ദാനം നിലവിലുണ്ട്. 2024 ഒക്ടോബർ 31 മുമ്പ് നടന്ന നിയമലംഘനങ്ങൾക്ക് ബാധകമായ ട്രാഫിക് പിഴകളിൽ 50% ഇളവ് നൽകുന്നുവെന്ന് നവംബർ ആദ്യത്തിൽ അജ്മാൻ പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. നവംബർ 4 മുതൽ ഡിസംബർ 15 വരെയാണ് ഗ്രേസ് കാലാവധി. ഓർക്കുക, ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഇളവ് ബാധകമാവില്ല. നിയമലംഘകരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും കുമിഞ്ഞുകൂടിയ ട്രാഫിക് നിയമലംഘനങ്ങൾ പരിഹരിക്കാനുമാണ് ഈ തീരുമാനം. അജ്മാൻ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുമൈമയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത്. ഗുരുതരമായ നിയമലംഘനങ്ങൾ ഒഴികെ ഒക്ടോബർ 31 മുമ്പ് അജ്മാൻ എമിറേറ്റിൽ നടന്ന എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ഇളവ് ബാധകമാണെന്ന് അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ച് റോഡ് ഉപയോക്താക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ലംഘനം, റെഡ് സിഗ്നൽ ലംഘനം, ട്രക്ക് ഡ്രൈവർമാരുടെ തെറ്റായ ഓവർടേക്കിംഗ്, പരമാവധി വേഗത പരിധി മണിക്കൂറിൽ 80 കിലോമീറ്റർ അധികം കവിയൽ, വാഹനത്തിൽ അനധികൃതമായി മാറ്റം വരുത്തൽ എന്നിവയാണ് പിഴയിളവ് തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുരുതരമായ ലംഘനങ്ങൾ. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തീരുമാനം. UAEയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഗതാഗത നിയമങ്ങൾ പരിഷ്കരിച്ചിരുന്നു. 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടാമെന്ന പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു. നേരത്തെ 17 വയസ്സും 6 മാസവും പിന്നിട്ടവർക്കേ UAEയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതിനു പുറമെ മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ വേഗപരിധിയുള്ള റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തും. അപകടം ഒഴിവാക്കാനല്ലാതെ നഗരങ്ങളിൽ കാർ ഹോൺ മുഴക്കാൻ അനുവദിക്കില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രായപരിധി കുറയ്ക്കുന്ന ആദ്യത്തെ രാജ്യമാണ് UAE. അടുത്ത വർഷം മാർച്ച് 29 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. അശ്രദ്ധമായ റോഡ് മുറിച്ചു കടക്കുക, മദ്യപിച്ച് വാഹനമോടിക്കുക എന്നിവയുൾപ്പെടെയുള്ള ഒട്ടേറെ നിയമലംഘനങ്ങൾക്ക് 2 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.